രാവിലെ തന്നെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് നമ്മുടെ ജൂലി മോള് പിണങ്ങിയിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു ആശിൻ വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയ്തറിൻ്റെ ഫസ്റ്റ് സർവീസ് 5000-ലാണ്. പക്ഷേ നമ്മൾ 4500 ആയപ്പോൾ തന്നെ ആലപ്പുഴയിൽ സർവീസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാൻ കൊടുക്കണം. ഇപ്പം പോസ്റ്റ് കിട്ടുന്ന സമയത്ത് ഒരു പടത്തിനും പോകണം. അങ്ങനെ നമ്മൾ പിണങ്ങിയിരുന്ന വെച്ചാൽ ജൂലിക്കൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകണം. വണ്ടി നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഫുള്ള് കച്ചറയാണ്. ഈ കീച്ചെയിൻ എങ്ങനെയുണ്ട് ഗൈസ്? ലോഗോമാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ഈ കീച്ചെയിൻ. അപ്പോൾ വണ്ടി ഫുൾ ചാർജായി സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മിഡ് നൈറ്റ് നമ്മൾ ചാർജ് കുത്തിയിട്ടിട്ട് വേണം നമ്മൾ ഇരിക്കുന്നത്. ഓവർ ചാർജൊന്നും ആവത്തില്ല. ലാസ്റ്റ് കട്ടൗട്ട് ഉണ്ടാവും. 4562 കിലോമീറ്റർ ആയിട്ടുണ്ട്. 5000-ലാണ് സർവീസ്. പക്ഷേ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 റേഞ്ച്. വണ്ടി ഫുൾ കച്ചറയല്ലേ. അപ്പോൾ സീറ്റ് ഹെൽമെറ്റ് മസ്റ്റാണ്. നമ്മൾ ഹെൽമെറ്റ് എന്തായാലും വെക്കണം. നല്ല കട്ട വെയിലുണ്ട് ഇറങ്ങിയപ്പോൾ. അങ്ങനെ നമ്മൾ നമ്മുടെ ഈതറിൻ്റെ ഫസ്റ്റ് സർവീസിന് വേണ്ടി പോവുകയാണ്. EV യുഗമാണല്ലേ. അതാ എൻ്റെ ഫ്രണ്ടിലാണെങ്കിലും ഒരു ഇലക്ട്രിക് ഓട്ടോയാണ് ഈ പോണത്. EV സ്കൂട്ടർ ആൻഡ് EV ഇലക്ട്രിക് ഓട്ടോ. കൊള്ളാം. എന്തുകൊണ്ടാണ് ആളുകളെല്ലാവരും EV അയ്യോ പട്ടി ലോക്കായിട്ട് നിൽക്കണം ഗൈസ്. അത് പോട്ടെ. എന്തുകൊണ്ടാണ് ആളുകളെല്ലാവരും EV വെഹിക്കിൾസ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വൃത്തികെട്ട പ്രൈസ് തന്നെയാണ് ഫ്യൂവലിൻ്റെത്. ഫ്യൂവൽ പ്രൈസ് വളരെ നന്നായിട്ട് ലാഭിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് എല്ലാവരും ഇതാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല എക്കണോമിക്കലി ഒരുപാട് ഇതുണ്ട്. അതൊക്കെ പോട്ടെ. EV ചൂസ് ചെയ്യാനായിട്ട് കാരണം, മെയിനായിട്ട് ഞാൻ ഇത് ചൂസ് ചെയ്യാനായിട്ട് കാരണം ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. പിന്നെ സ്മൂത്തായിട്ടുള്ള റൈഡിങ്. എൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്നത് അതേപോലത്തെ ഒരു ബുള്ളറ്റായിരുന്നു. അത് കൊടുത്തിട്ട് എനിക്ക് ഇത് ഓടിച്ചപ്പോഴേക്കും മാസം 4000 രൂപ 4000 രൂപയെങ്കിലും മിനിമം എനിക്ക് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സർവീസ് കോസ്റ്റ് അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അറിയാൻ പറ്റും. ഇന്ന് എൻ്റെ എയ്തറിൻ്റെ ഫസ്റ്റ് സർവീസാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മൊത്തത്തിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ദിവസം എയ്തറിൻ്റെ ഫസ്റ്റ് സർവീസിൽ എത്ര രൂപയാകും എങ്ങനെയാണെന്നൊക്കെ. ഇതുവരെ എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല. 5000-ലാണ് സർവീസ് വരുന്നത്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇപ്പോൾ 4500 സർവീസ് ചെയ്യാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പനി ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു അസുഖം തുടക്കത്തിന് തന്നെ മരുന്ന് കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ പോയി സർവീസ് എടുക്കുന്നത്. ഇതുവരെയും കംപ്ലൈൻ്റ് ഒന്നുമില്ല. വണ്ടി ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഈ ഇടയ്ക്ക് 2 മഴ കൊതിപ്പിക്കാനായിട്ട് വന്നു. അതിൻ്റെ ചെളിയും കാര്യങ്ങളും മാത്രമാണ്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വണ്ടിക്ക്. ചെറുതായിട്ട് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സൗണ്ടൊക്കെ തന്നെ ഉള്ളൂ. ചെയിനിൻ്റെ ആ ഒരു 40-ലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ട്. അത് വലിയ സൗണ്ടൊന്നും ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ആലപ്പുഴ പൂങ്കാവിലാണ് നമ്മുടെ എയ്തറിൻ്റെ സർവീസ് ഷോറൂം. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് 9:30-ക്കാണ്. ഇപ്പോൾ സമയം 8:59 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യൂ. അങ്ങനെ നമ്മൾ എയ്തറിൻ്റെ സർവീസ് സെൻറ്റർ ആലപ്പുഴ പൂങ്കാവിലെത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ എയ്തറിൻ്റെ ഷോറൂമിൽ വണ്ടി സർവീസിന് കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കൊരു സിനിമ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. അങ്ങനെ ഓട്ടോയൊക്കെ പിടിച്ചൊരു 70 രൂപ മുടക്കി നമ്മൾ നമ്മുടെ ഈ എന്തുവാണ് തിയേറ്ററിൻ്റെ പേര് കാണുന്ന തിയേറ്റർ ഉണ്ടല്ലോ, എന്താണ് ഇതിൻ്റെ പാൻ സിനിമാസ് ആലപ്പുഴ വന്നേക്കാണ്. ഇവിടെ നമ്മൾ മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന പടം കാണാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോഴാണ് ഈ ട്രെയിലർ. എൻ്റെ അമ്മ, ഈ പടം കിട്ടുക്കും കേട്ടോ. വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. നല്ല പോലെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ് 23-ാം തീയതി. പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ച് നേരെ പിന്നെ ഇതിൻ്റെ ഷോറൂമിലോട്ട്. അപ്പോഴേക്കും വണ്ടി റെഡിയായി സർവീസൊക്കെ കഴിഞ്ഞിരിക്കണുണ്ടാവും. പടത്തെപ്പറ്റി പറയാനാണെങ്കിൽ പടം അടിപൊളി പടമാണ് കേട്ടോ. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ചിരിച്ച് ചത്തും.
അങ്ങനെ എന്താ എയ്തറിൻ്റെ ഫസ്റ്റ് സർവീസ് 708 രൂപ പ്ലസ് വാറ്റ് ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, അവർ ബാറ്ററി ചെക്കപ്പും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. അങ്ങനെ അതിൻ്റെ ബില്ലും കാര്യങ്ങളും ഇൻവോയ്സൊക്കെ നമ്മൾ എടുത്ത് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് നോക്കി, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ വാട്ടർ വാഷ് ചെയ്തിട്ടുണ്ട്. നല്ല സോപ്പ് വെച്ച് അവർ വാഷ് ചെയ്യത്തില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വിശന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊരു ചിക്കൻ ബിരിയാണി മേടിച്ച് കഴിച്ചു. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് ബിരിയാണി ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നീട് ഞാൻ വെറുതെ ആലപ്പുഴ ബീച്ചിലൊന്ന് കാറ്റുകൊള്ളാൻ പോയി, അവിടുത്തെ പാർക്കിലൊക്കെ പോയി ഒന്നിരുന്ന്. ഓ ഗായ്സ്, അപ്പം നമ്മൾ വണ്ടിയൊക്കെ സർവീസൊക്കെ ചെയ്ത് കഴിഞ്ഞ് സർവീസ് ചെയ്യാൻ നിന്ന് വെച്ച ഗ്യാപ്പിൽ നമ്മൾ ഇവിടെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് കയറി. സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. തുടക്കം തൊട്ട് അവസാനം വരെ നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് ചിരിച്ചു. അയൽക്കൂട്ട ചേച്ചിമാരൊക്കെ ഇവിടെ ഭയങ്കര ക്ലീനിങ് ആണ്. എന്തായാലും നല്ലതാണ് ചേച്ചിമാരെ, നല്ലതാണ്. അപ്പോൾ നമ്മൾ പടം ശരിക്കും ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റുന്ന പടമാണ് കേട്ടോ. പണ്ട് ദിലീപിൻ്റെ ഒക്കെ പടം വരുമ്പോഴാണ് നമ്മൾ ഇത്ര ചിരിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ബേസിൽ പൃഥ്വിരാജും എല്ലാവരും ഒക്കെ നല്ല അടിപൊളി, അതിനകത്ത് കുറേ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്. അവസാനം ലാസ്റ്റ് ഒരു കലാശക്കൊട്ട് തന്നെയായിരുന്നു പടം. എന്തായാലും പടം അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റായിട്ട് കാണേണ്ട ഒരു പടം തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ചിരിച്ച് എൻജോയ് ചെയ്യുക. പിന്നെ എയ്തറിൻ്റെ സർവീസ് കോസ്റ്റ്, എനിക്ക് ഏതായാലും എയ്തറിൻ്റെ സർവീസ് കോസ്റ്റ് 708 രൂപയായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വേറെ ഒന്നും മാറാനോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വീണ്ടും ഓടിച്ചു കഴിഞ്ഞിട്ട് ഒരു വാട്ടർ സർവീസിൽ സോപ്പൊന്നും ഒഴിക്കത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ കഴുകേണ്ടി വരും. ഇനിയിപ്പോൾ സോപ്പിൻ്റെ ബാറ്ററി ചെക്കപ്പൊക്കെ ഇതൊക്കെ തുറന്നു നോക്കിയിട്ട് ബാറ്ററി ചെക്കപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയിനിൻ്റെ കാര്യമൊക്കെ ചെയിൻ ബെൽറ്റിൻ്റെ കാര്യമൊക്കെ അവരൊന്ന് നോക്കി. സൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ സൗണ്ടൊന്നുമില്ല. ഓടിക്കുമ്പോൾ ഇതാ കണ്ടോ കയറിപ്പോണം. ബ്രേക്കൊക്കെ പക്കയാണ് കേട്ടോ. ഇങ്ങോട്ട് നമ്മൾ ആലപ്പുഴയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പന്ന കിളവന്മാർ റോട്ടിലോട്ട് ഇറങ്ങും, ഒറ്റ വീഴ്ച വീഴും. പക്ഷേ ഈ വണ്ടിക്ക് ഈ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചെടുത്ത് തന്നെ നിൽക്കും. അതാണ് എയ്തറിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കണ്ടതിൽ വളരെ സന്തോഷം. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് ബൈ ബൈ ഫ്രം അശ്വിൻ.